കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണല്ലോ. അപ്പോൾ കോൺഗ്രസിൽ വലിയ പ്രതീക്ഷയുണ്ട്, രാഹുൽ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇവിടെ ഈ ഓൺലൈൻ പാർട്ടിയാണ്, അവരുടെ ഈ മടിയന്മാരായിരിക്കണം, അലസന്മാരായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കൂട്ടം വിദ്യാർത്ഥികൾ അവർക്കൊപ്പം പോയി. അത് പ്രതിപക്ഷത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നൊരു ചോദ്യം കൂടിയില്ലേ? പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ മുഖ്യ പ്രതിപക്ഷം നിങ്ങളാണ്. അല്ല, അതിനുത്തരം പറയാൻ മുമ്പ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. 1970 ഈ പറഞ്ഞ അജോയ് മുഖർജിയുടെ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഗവൺമെൻറ് താഴെ പോകുമ്പോഴാണ് അന്ന് CPIM പ്രഖ്യാപിക്കുന്ന ബംഗാൾ അഖില സംസ്ഥാന ബംഗാൾ സംസ്ഥാന ബന്ദിൻ്റെ ഭാഗമായാണ് ഈ സെയിൻറ്റ് ഉണ്ടാകുന്നത്. സെയിൻറ്റ് ശേഷം അന്നത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന FIRലും FISലും പിന്നീട് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലുമെല്ലാം വളരെ കൃത്യമായി ഈ അമ്മയെ കൊണ്ട് അവർ നേരത്തെ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണം അതിൽ രക്തം കലർത്തി തന്നെ ഭക്ഷണം കഴിപ്പിച്ചു എന്നുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അതെന്തുകൊണ്ടാണ് ജെയ്സി തോമസിന് അറിയാത്തത് എന്നെനിക്കറിയില്ല. അവർ കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആയിരുന്നു. ഈ ശംഖു പറയുന്നത് പോലെ കോൺഗ്രസ് പ്രവർത്തകരല്ല, കോൺഗ്രസിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നവരായിരുന്നു എന്നുള്ളതായിരുന്നു കലാപകാരികളുടെ CPIM കലാപകാരികളുടെ അന്നത്തെ അവകാശവാദം. പ്രേക്ഷകർ അറിഞ്ഞിരിക്കണമല്ലോ ഈ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഈ സമരത്തിനുണ്ട്, ഈ പറയുന്ന പ്രക്ഷോഭത്തിനുണ്ട് എന്ന്. അതുകൊണ്ടാണ് അത് ആഡ് ചെയ്തത്. ഇനി അങ്ങയുടെ പോയിന്റിലേക്ക് വരാം. അങ്ങ് ചോദിച്ചത്, ഇപ്പം ശംഖു പറഞ്ഞു വസന്തിൻ്റെ പല കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട. 218 നീറ്റ് പേപ്പറുകൾ, നീറ്റ് എക്സാമുകൾ, അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടത്തുന്ന NTA നടത്തുന്ന പരീക്ഷകൾ, അതിൻ്റെ പേപ്പറുകൾ ചോർക്കപ്പെടുന്നുണ്ട് എന്ന് കണക്ക് പ്രകാരമാണ് ശംഖു ഞാൻ പറഞ്ഞത്. എന്താ അതിന് ഉത്തരം വേണ്ടേ? ഈ രാജ്യത്ത് 167 പേർ 2014 തൊട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ശംഖു ഞാൻ പറഞ്ഞത്. എന്താ അതിന് ഉത്തരം വേണ്ടേ? എല്ലാ കാലത്തും ഞങ്ങൾ ജവാന്മാരെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ദേശസ്നേഹികൾക്കൊപ്പമാണ് എന്ന് പാടി നടക്കുന്ന നിങ്ങളുടെ പാർട്ടിക്ക് ഒരു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്റെ മകൾക്ക് നിങ്ങളുടെ സർക്കാരിൻ്റെ കഴിവുകേട് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരികയും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ വന്ന് പൊട്ടിക്കരയേണ്ടി വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ദേശസ്നേഹമില്ലേ? അതിന് ഉത്തരം പറയണ്ടേ? NTA കഴിഞ്ഞ വർഷം ഒരു ഇന്റേണൽ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ ഈ നീറ്റ് എക്സാമിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട്. അതിന്റെ റിപ്പോർട്ട് എവിടെയാ? ധർമ്മേന്ദ്ര പ്രധാന്റെ ടേബിളിലുണ്ടോ? അതോ നിങ്ങളുടെ സർക്കാരിൻ്റെ മുമ്പിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി NTAയുടെ ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാരോ NTAയോ എടുത്തിട്ടുണ്ടോ? NTAയിലാകെ NDAക്കാരെ തിരികെ കയറ്റുന്നതിനപ്പുറത്ത് നിങ്ങളുടെ സർക്കാരിന് എന്ത് മൂവ്മെൻ്റാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റിയിട്ടുള്ളത്? രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുക. അതിനിപ്പോൾ കോക്രോച്ച് ജനതയെന്നോ CPIM എന്നോ SFI എന്നോ KSU എന്നോ കോൺഗ്രസ് എന്നോ പല ബാനറുകളിൽ ആ സമരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 25,000 വിദ്യാർത്ഥികളാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിലേറെ പേർ ഒരുപക്ഷെ ജന്തർ മന്ദറിൽ വന്നിട്ടുണ്ടാവാം. പല വേദികളിൽ, പല ഫോറങ്ങളിൽ അവർ സമരത്തിലാണ്. എന്താ നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അത് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നാത്തത്? ഇപ്പോൾ നേരത്തെ ആര് തന്നെ ചോദിച്ചു, ഇപ്പൊ ഈ ഗാങ്ചുക്കിന്റെ ഇന്റൻഷനുകളെ പറ്റിയൊക്കെ അങ്ങ് ആവലാതിപ്പെടുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഒന്ന് ചർച്ച ചെയ്താൽ തീരില്ലേ? ഡിഫ്യൂസ് ചെയ്തില്ലേ നിങ്ങൾക്ക് ആ സമരത്തെ? എന്താ ആ സമരത്തിന് നേരെ നിങ്ങളുടെ ദാഷ്ട്യത്തിന്റെ മുനമ്പ് കൊണ്ട് നിങ്ങളിങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? മാത്രമല്ല ആ സമരവേദിയിൽ നിന്ന് ഗാങ്ചുക്കിനെ മാറ്റുമ്പോൾ ഇപ്പം നേരത്തെ ജയ്ക്ക് പറഞ്ഞു മുഖം മൂടുന്ന ജയ്ക്കാണോ ഇദ്ദേഹമാണോ എന്ന് എനിക്കറിയില്ല, മുഖം മൂടി കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റി. ആ സമരവേദി പൊളിക്കാനാണ് ഡൽഹി പോലീസ് ശ്രമിക്കുന്നത്. എന്താണത്? എന്താ ആവശ്യം? ഇതൊരു റിലേ സമരമായിരിക്കുമെന്ന് അവർ ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. ഗാങ്ചുക്ക് മാറിയാൽ അടുത്തൊരാൾ വന്നു കഴിയുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരാൾ വരും എന്ന് പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിലവിലെ ഉപജ്ഞാതാവുണ്ടല്ലോ, അദ്ദേഹം രാഹുൽ ഗാന്ധി കാശ്മീരം തൊട്ട് കന്യാകുമാരം വരെ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഇവിടെ വിഘടന ഈ മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്നു നരേന്ദ്രമോദി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അതിനെ വിമർശിച്ച് കളിയാക്കി ട്രോൾ ചെയ്ത് സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കേട്ടിട്ടില്ലേ, ഇന്നവർ അവരെ തേടി വന്നു, നമ്മൾ മിണ്ടിയില്ല. പിറ്റേ ദിവസം ക്രിസ്ത്യൻസിനെ തേടി വന്നു, മിണ്ടിയില്ല. നാളെ സ്വന്തം വാതിലിൽ മുട്ടുമ്പോൾ നമുക്ക് വേണ്ടി മിണ്ടാൻ ആരും ഉണ്ടായിരിക്കില്ല എന്ന് അവരെ പോലുള്ളവരും കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.